ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്ത് പനിയും ജലദോഷവും കഫക്കെട്ടും ഒക്കെ വളരെയധികം കൂടുതലായിരിക്കും അല്ലേ. ആ സമയങ്ങളിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ ഇത്. പനിക്കൂർക്കയില, കഞ്ഞിക്കൂർക്കയില എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളുടെ പനിക്കൂർക്കയില വെച്ച് നമുക്കിത് റെഡിയാക്കി എടുക്കാം. നവരയിലെന്നും ഇത് അറിയപ്പെടാറുണ്ടല്ലേ. ചില സ്ഥലങ്ങളിൽ ചില പേരുകളിലാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഗുണം എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ നല്ല വൃത്തിയായിട്ട് കഴുകി 4 പനിക്കൂർക്കയില എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ അളവിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാകും പനിക്കൂർക്കയിലയുടെ നീര്. അപ്പോൾ വലിയ ആൾക്കാർക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ 1 ടീസ്പൂണാണ് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം പനിക്കൂർക്കയില ഇതുപോലെ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പനിക്കൂർക്കയില വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്കിത് ഫ്രൈ ആയിട്ട് പനിക്കൂർക്ക ബജിയായിട്ട് ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ നമുക്കിത് തിളപ്പിക്കുന്ന വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാം. അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇത് വാട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഇതുപോലെ ചൂടാക്കുക. അതിനുശേഷം നമ്മളുടെ ഇല അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ കഞ്ഞി തിളയ്ക്കുന്നതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് ആ ഒരു അടപ്പിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുത്താലും മതിയാകും കേട്ടോ. നമുക്ക് എന്തായാലും നന്നായിട്ട് വാട്ടിയെടുക്കുക, അതാണ് ലക്ഷ്യം. വാട്ടിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്തെ വെള്ളമയം നന്നായിട്ട് വലിഞ്ഞു പോകണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നന്നായിട്ട് വാടുന്നതിൻ്റെ ആ ഒരു വെള്ളം ഇങ്ങനെ പൊട്ടുന്ന ഒരു പിരുപിരാന്നുള്ളൊരു സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് ചില കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ജലദോഷം കൂടി പോവാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. നിങ്ങൾ വാട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ വാട്ടിയതിന് ശേഷം മാത്രം അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ ജലാംശം, അതായത് പുറം ഭാഗത്തുള്ള നമുക്കിങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ളത് കുറഞ്ഞ് നന്നായിട്ട് അതിൻ്റെ വാടിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ തണ്ടിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അവിടവും നല്ല രീതിയിൽ നമുക്ക് വാട്ടിയെടുത്തതിന് ശേഷം മാത്രം അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്. ചില സമയങ്ങളിൽ പനിക്കൂർക്കയില കൊടുക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കുറയാറില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇല കറക്റ്റായിട്ടുള്ള രീതിയിൽ വാട്ടുക എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തെടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല ഫലം കിട്ടും. ഇനി ഈ വാട്ടിയെടുത്ത ഇലയിലേക്ക് നമുക്ക് നമ്മളുടെ ചെറുതേന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വാട്ടാനായിട്ട് ഇതുപോലൊരു പപ്പടം കുത്തിയിൽ ഈ നമ്മളുടെ പനിക്കൂർക്കയില വെച്ചിട്ടും വാട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് ക്രമീകരിച്ച് കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇല കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. നമ്മളുടെ സ്പൂണിൽ വെച്ച് വാട്ടിയെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വാട്ടിയെടുക്കാനായിട്ട് സാധിക്കുമേ. കണ്ടോ, വാട്ടിയെടുത്തപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ശേഷം അതിൻ്റെ നീര് ഈ ഒരു കളറിലാവും. അതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നല്ല വൃത്തിയുള്ള പാത്രങ്ങളിൽ വേണം കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നീരുണ്ടല്ലോ, അത് രാസ്നാദി പൊടിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് നെറുകയിൽ ഇട്ട് കൊടുക്കാം. അതും നല്ലതാണ് കേട്ടോ. വേഗത്തിലൊരാശ്വാസം കിട്ടും. പിന്നെ അസുഖം വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതുപോലെയുള്ള ഹോം റെമഡികളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുതേനാണ് കേട്ടോ. ചെറുതേൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എത്രമാത്രം ശുദ്ധമാണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് വീടുകളിൽ വളർത്തുന്ന തേനീച്ചയുടെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമുക്ക് ഉറപ്പിച്ച് വാങ്ങിക്കാമല്ലോ. അങ്ങനെയുള്ള ചെറുതേൻ കിട്ടുവാണെങ്കിൽ വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് നമ്മളുടെ പനിക്കൂർക്കയില വാട്ടിപ്പിഴിഞ്ഞ നീര്. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ നമ്മളുടെ തേനും കൂടി ചേർത്ത് കൊടുക്കാം. രാവിലെയും വൈകുന്നേരവും ഓരോ ടീസ്പൂൺ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള നാച്ചുറലായിട്ടുള്ളൊരു ഒറ്റമൂലിയാണ്. ട്രൈ ചെയ്തതിന് ശേഷമുള്ള ഫീഡ്ബാക്കുകളൊക്കെ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.